തിരുവല്ല കവിത കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവിനെയാണ് ശിക്ഷിച്ചത്. 5 ലക്ഷം രൂപ പിഴയും നൽകണം. ശശി നാരായണൻ ചേരുന്നു. ശശി, കടുത്ത കുറ്റം തന്നെ ചെയ്തിരിക്കുന്നു എന്നത് നിരുപാധികം തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോടതി ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം. അതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യവും. വിവരങ്ങൾ എന്താണ്? അപർണ, ഈ തിരുവല്ല കവിത കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപയും പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നു. അത് പ്രധാനമായും അറിയിക്കുന്ന ഒരു ശിക്ഷ തന്നെ ലഭിച്ചെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നിലവിൽ ഈ പ്രതിയുടെ പ്രായം കൂടെ പരിഗണിച്ചാണ് ശിക്ഷ ജീവപര്യന്തമാക്കിയത്. വധശിക്ഷ വേണമെന്ന് കുടുംബം നേരത്തെ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലേക്ക് തങ്ങളുടെ മകളെ നഷ്ടപ്പെട്ട പ്രതിക്ക് അർഹമായ വധശിക്ഷ തന്നെ ലഭിക്കുമെന്നായിരുന്നു മാതാപിതാക്കൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിധിയിൽ സംതൃപ്തരാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2019 മാർച്ച് 12-നാണ് ഈ കേസ് നടക്കുന്നത്. ഈ പ്രണയം ദൃശ്യച്ചതിനെ തുടർന്ന് കവിതയെ രാവിലെ 9 മണിക്ക് തിരുവല്ലയിൽ വെച്ച് തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് കവിത മരിക്കുന്നത്. 2 ദിവസം ചികിത്സയിലായിരുന്നു. അതിനുശേഷമുള്ള മരണമൊഴിയും ഒപ്പം സാക്ഷികളുടെ 43 സാക്ഷികളാണ് പ്രധാനമായും ഈ കേസിൽ വിസ്തരിച്ചത്. ഒപ്പം 93 രേഖകളും ഇതിൽ സമർപ്പിച്ചു. ഈ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ഈ പ്രതി പെട്രോൾ പമ്പിൽ നിന്നും ഈ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം രേഖകൾ, ATM-ലും സൈറ്റ് ചെയ്ത് പണമെടുക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറ്റക്കാരനെന്ന കഴിഞ്ഞ ദിവസമാണ് പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഇന്ന് വിധി എന്തായാലും കോടതി പ്രഖ്യാപിച്ച വിധി ആയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ക്രൂരമായ കൊലപാതകം, നിശ്ചിതമായ കൊലപാതകം എന്ന നിലയ്ക്കാണ് നാട്ടുകാരും എല്ലാം ഈ അർഹിക്കുന്ന ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വിധി ലഭിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളും വ്യക്തമാക്കുന്നത്. അല്പസമയം തന്നെ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വിധി ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഇത്തരത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു.